അത് എനിക്കൊരു ഡൗട്ട്. ഈ കടവല്ലൂർ അമ്പലത്തിലെ മതിലാരാ പണിയത്? പൂജയെ നമ്മുടെ കടവല്ലൂർ അമ്പലത്തിലെ മതിൽ പണിയുന്നത് നമ്മുടെ മുമ്പത്തെ തലമുറയിലുള്ള ഒരു ആളാണ്. ഈ മതില് ആനയുടെ വയറ് പോലെയല്ലേ, നല്ല വലിപ്പമുള്ളതല്ലേ, വീതിയുള്ളതല്ലേ, അപ്പം അതിന് ആനപ്പള്ള മതിൽ എന്ന് പറയും. അത് നമ്മുടെ വീട്ടിൽ മുമ്പുണ്ടായിരുന്ന ഒരാൾ ഇതേപോലെ നമ്മുടെ നാട് മുമ്പ് ആദ്യം നാടിൻ്റെ കാര്യങ്ങൾ പറയില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ കൊച്ചി രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ കൊച്ചി രാജാവിനെ കുറിച്ചും ആ രാജവംശത്തിനെ കുറിച്ചും പറഞ്ഞുതരാം ആദ്യം അതെന്താണ് സംഭവം എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് വീട്ടിലെ ഈ മതിൽ കെട്ടിയതിൻ്റെ കഥ അങ്ങനെ പറയാം. അപ്പോൾ പൂജയ്ക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതിൻ്റെ കൂടെ കൊച്ചി രാജവംശത്തിൻ്റെ തുടക്കവും ഒടുക്കവും പറഞ്ഞുതരാം. അപ്പോൾ മുമ്പ് പൂജ കേട്ടിട്ടുണ്ടാവില്ല, 1341 കേരളത്തിൽ വലിയൊരു മഹാപ്രളയം ഉണ്ടായി. ഈ പ്രളയം ഉണ്ടായപ്പോൾ ഇതേപോലെ ആ പ്രളയത്തിൽ ഉയർന്നു വന്ന രാജവംശമാണ് കൊച്ചി രാജവംശം. ആ പ്രളയത്തിന് ശേഷം ഉണ്ടായ രാജവംശം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഈ കൊച്ചി രാജവംശം പെരുമ്പടപ്പ് സ്വരൂപം എന്നും പറയും. ആലുവയിലേക്ക് ഒഴുകിപ്പോയിരുന്ന പെരിയാറ് മണപ്പുറത്തിൻ്റെ വടക്ക് വശത്തൂടെ ഒഴുകിയിട്ട് മുനമ്പത്ത് വെച്ചിട്ട് കടലിൽ ചേർത്തുണ്ടായിരുന്നു. കരുവന്നൂർ പുഴയും ചാലക്കുടി പുഴയും ഇതിൽ ചേരിട്ട്. അപ്പോൾ പ്രളയത്തിന് ശേഷം ഇത് രണ്ടായിട്ട് മാറി. അതാണ് ഉണ്ടായത്. ഇങ്ങനെ ഈ മഹാപ്രളയത്തിൻ്റെ ശേഷം അധികമായിട്ട് ഒഴുകിയെത്തിയ ജലല്ലേ, അത് പെരിയാറിനെ രണ്ടാക്കി മാറ്റി. മണപ്പുറത്തിൻ്റെ തെക്ക് വശത്ത് കൂടെ ഒഴുകിയ പുതിയ കൈവഴി, ഈ പ്രളയത്തിന് ഉണ്ടായതിന് ശേഷം പിന്നെ പുതിയ വഴി ഉണ്ടായില്ലോ, അത് നേരെ മാർത്താണ്ഡവർമ്മ ശാഖ എന്നാണ് പറയുന്നത് അപ്പോൾ മുതൽ അറിയപ്പെട്ടത്. അപ്പോൾ അത് നേരെ ഉളിയന്നൂർ ദ്വീപ് വഴി പോയിട്ട് പിന്നെ ഉളിയന്നൂർ എത്തുമ്പോൾ അത് രണ്ടായിട്ട് പോവും. പിന്നെ വീണ്ടും അത് രണ്ടും കൂടി ചേർന്നിട്ട് ഒന്നിച്ച് പോവും. ഈ ഉളിയന്നൂർ ദ്വീപില്ലേ, ഉളിയന്നൂർ തച്ചൻ, പെരുന്തച്ചനൊക്കെ അവിടെയാണ് ഇട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് അവസാനം വരാപ്പുഴ വഴി കൊച്ചി കായലിൽ ചേരും, ഒന്നിച്ച് ചേർന്നിട്ട് കൊച്ചി കായലിൽ. അപ്പോൾ ഉളിയന്നൂർ എത്തുമ്പോൾ അത് രണ്ടായി പോവും. പിന്നെ വീണ്ടും അത് ജോയിൻ ചെയ്യും. എന്നിട്ട് നേരെ വരാപ്പുഴ വഴി കൊച്ചി കായലിൽ ചേരും. അങ്ങനെയാണ്. പെരിയാറ് രണ്ടായത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഒരു തുറമുഖമായിരുന്നു മുസിരിസ്, കൊടുങ്ങല്ലൂർ. അപ്പോൾ അത് ആകെ തകർന്നു, മുസിരിസ് നാമാവശേഷമായി. അത് ഈ പ്രളയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. അതിനുശേഷം ഉയർന്നു വന്നതാണ് കൊച്ചി രാജവംശം. അപ്പോൾ പറഞ്ഞു വന്നത് 1341 കേരളത്തിലുണ്ടായ ഈ മഹാപ്രളയം കാരണമാണ് കൊച്ചി രാജവംശം ഉയർന്നു വന്നത്, അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപം. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് മുമ്പ് പെരുമ്പടപ്പ് സ്വരൂപമായിരുന്നു. പിന്നെ അത് കൊച്ചി രാജ്യത്തേക്ക് മാറ്റിയതാണ്, ഷിഫ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ തലസ്ഥാനമൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ പോലെ രാജകൊട്ടാരവും ഒക്കെ കൊച്ചിയിലേക്കും അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിലേക്കൊക്കെ മാറ്റിയതാണ്. നമ്മൾ മുമ്പ് കൊച്ചി രാജാവിൻ്റെ കീഴിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വീടിൻ്റെ ഇടവഴിയിലാണ് ശരിക്കും സംഭവം ഉണ്ടായത്. എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പം നമ്മൾ ആനപ്പള്ള മതിലിൻ്റെ കാര്യം പറയണത് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് കൊച്ചി രാജാവിൻ്റെ കഥയും പറയണമെന്ന് മാത്രം ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ഈ നമ്മുടെ വീട്ടിൽ മുമ്പ് ഒരു മുത്തശ്ശി താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ മുത്തശ്ശിയുടെ ഒരു മകനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് ഇടവഴിയിൽ നിന്ന് ഒരു നിധി കിട്ടിയപ്പോൾ ഈ ആളെന്താ ചെയ്തത് വെച്ചാൽ ആ നിധി കിട്ടി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. കാരണം നമ്മൾ കൊച്ചി രാജാവിൻ്റെ കീഴിലായിരുന്നല്ലോ. അപ്പോൾ രാജാവിൻ്റെ ഭടന്മാർ നിധി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ ആളെന്താ ചെയ്തത് വെച്ചാൽ നിധി ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് കയറി. ഫ്രണ്ടിലല്ലേ ഭടന്മാർ നിൽക്കുന്നത്. എന്നിട്ട് ബാക്കിലൂടെയും നിധി എടുത്തിട്ട് വീടിൻ്റെ പിന്നിൽ കൂടെ നേരെ കൊച്ചി രാജാവിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഈ കൊച്ചി രാജാവിനെ കാണാൻ വേണ്ടി പോയത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കൊച്ചി വരെ ചിലപ്പോൾ ആൾ പോയിട്ടുണ്ടാവില്ല. കാരണം ഈ നിധിയും കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്, കടവല്ലൂരിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കൊച്ചി വരെ പോകണമെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യണം. അപ്പോൾ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ടോ അല്ലെങ്കിൽ നിധിയോ കൊണ്ട് അത്രയും ദൂരം യാത്ര ചെയ്യണത് പ്രാവർത്തികമാണോ, അല്ലെങ്കിൽ പോകുമ്പോൾ ആരെങ്കിലും അടിച്ചു മാറ്റാനോ പല സാധ്യതകളുണ്ട്, നഷ്ടപ്പെടാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കണത് ഇത് മുമ്പ് കൊച്ചി രാജാവിൻ്റെ കീഴിലായിരുന്നു നമ്മൾ എന്നുള്ളത് ശരി. അത് പെരുമ്പടപ്പ് സ്വരൂപമായിരുന്നു. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഈ ചേര രാജ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുലശേഖര സാമ്രാജ്യം, അതിൻ്റെ പതനം ഉണ്ടായില്ല, അതൊക്കെ നശിച്ചു പോയി. അതിനുശേഷം മധ്യശതകത്തിൽ, അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ മധ്യശതകത്തിൻ്റെ അവസാനത്തിലാണ് മലബാർ തീരത്ത് രൂപം കൊണ്ട രാജവംശമാണ് കൊച്ചി രാജവംശം, അല്ലെങ്കിൽ
നമ്മുടെ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിൻ്റെ മുമ്പ് മധ്യ കേരളത്തിലെ കുറേ സ്ഥലങ്ങൾ കൊച്ചി രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ കീഴിലായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ വടക്ക് പൊന്നാനിപ്പുഴ വരെ, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ കുറേ ഭാഗങ്ങൾ, പാലക്കാട് ജില്ലയുടെ ചിറ്റൂര് താലൂക്ക്, എടപ്പള്ളി, കണയന്നൂർ, അതുപോലെ തന്നെ കടന്നൂർ താലൂക്ക്, ആലുവ താലൂക്ക് എന്ന് പറഞ്ഞാൽ ചൊവ്വരുണ്ട്, കാഞ്ഞൂരുണ്ട്, ശ്രീമൂലനാര്, ഈ ഏരിയ ഒക്കെ. പിന്നെ എറണാകുളം ജില്ലയുടെ പറവൂര്, ചേന്നമംഗലം താലൂക്കിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ കിഴക്ക് കുന്നത്തുനാടിൻ്റെ ഭാഗങ്ങൾ, തെക്ക് ചേർത്തല വരെയും ഇതൊക്കെ ഈ കൊച്ചി രാജ്യത്ത് ഉൾപ്പെടുന്നതാണ്. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഈ എറണാകുളത്തെ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളം ജില്ലയുടെ കുറച്ചധികം ഏരിയ ഈ എടപ്പള്ളി വരെയും പിന്നെ നമ്മുടെ ഇവിടെ പൊന്നാനി വരെയും ഒക്കെ നമ്മുടെ ഏരിയയിലുള്ളതാണ്. അപ്പോൾ ആ ഏരിയയിൽ വരുന്ന ഏരിയ മുഴുവല്ല പാലക്കാട് ജില്ലയുടെ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇത് മൊത്തം കൊച്ചി രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. മുമ്പ് കൊച്ചി രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം പെരുമ്പടപ്പായിരുന്നു. സ്ഥലം എവിടെയെന്ന് അറിയോ? നമ്മുടെ പൊന്നാനി താലൂക്കിലെ വന്നേരിയിൽ പെരുമ്പടപ്പ് ഗ്രാമത്തിലെ ചിത്രകൂടം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ മഹോദയപുരത്തും പേർക്ക് സ്വന്തമായിട്ട് കൊട്ടാരം ഉണ്ടായിരുന്നു. അത് പിന്നെ കൊച്ചിയിലേക്കും പിന്നെ തൃപ്പൂണിത്തറയിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാറ്റിയതാണ്. സംഭവം മാറ്റാൻ കാരണം എന്താ വെച്ചാൽ സാമൂതിരിയുടെ ആക്രമണമൊക്കെയാണ്. കോഴിക്കോട് സാമൂതിരി ഈ പറഞ്ഞ പോലെ കൊച്ചി രാജാവിനെ ആക്രമിച്ചു. എന്നിട്ട് രാജാവ് ചെയ്തത് എന്താ വെച്ചാൽ സാമൂതിരി ചെയ്തത് എന്താ വെച്ചാൽ തൃക്കണമതിലകം പിടിച്ചെടുത്തു. അപ്പോൾ തൃക്കണമതിലകം പിടിച്ചെടുത്തു. അപ്പോൾ പിന്നെ ഇവിടെ ഒരു നിലനിൽപ്പില്ല എന്നുള്ള അവസ്ഥയായി ഈ പെരുമ്പടപ്പ് സ്വരൂപത്തിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊച്ചി തുറമുഖം ഉണ്ടായത്. അത് രാജവംശം അങ്ങോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അത് സേഫായിട്ടുള്ള ഏരിയയിൽ അവരുടെ തലസ്ഥാനം അങ്ങോട്ട് മാറ്റി. അപ്പോൾ അതിന് മുമ്പായിട്ടായിരിക്കും മിക്കവാറും ഇപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു ആളുണ്ടായിരുന്നു, നിധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായത്. കണക്കെഴുതിയിട്ട് ഈ പുളിയലയിലെ കണക്കെഴുതിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അത് ഇപ്പം പറഞ്ഞ പോലെ എഴുതി വെച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും. അപ്പം അങ്ങനെയുള്ള എവിഡൻസ് ഒന്നും ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിലില്ല കേട്ടോ. വീട്ടിലും അങ്ങനെയൊന്നും ഇരിപ്പില്ല. ഈ കണക്കെഴുതി അവസാനം ആളൊക്കെ ഭ്രാന്തായി എന്നാണ് പറയണത്. കാരണം അത്രയും ചിലവാണ്, അന്നത്തെ കാലത്ത് അത്രയും ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയുന്ന പോലെ നിധിയാണ് കയ്യിൽ കിട്ടിയ എമൗണ്ടാണ്, പക്ഷെ ചിലവാക്കുന്നതിന് കണക്ക് വേണമല്ലോ. കണക്കെഴുതി ആൾക്ക് ഭ്രാന്തായി എന്നാണ് പറയണത് കേട്ടോ. ഇനി കേരള മഹാത്മ്യത്തിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ കൊച്ചി രാജവംശത്തിനെ കുറിച്ച് പറയാം. അത് പ്രതിപാദിക്കണ കാര്യം. വൈശ്രവണ രാജാവിൻ്റെ മകള് ബാലയ്ക്ക് പാർക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പരശുരാമനോട് പറഞ്ഞു. അത് പറഞ്ഞത് പ്രകാരം സമുദ്രത്തിൽ നിന്ന് പരശുരാമൻ ഉയർത്തിക്കൊണ്ടുവന്ന ഏരിയ ആണ് കൊച്ചി. അങ്ങനെയാണ് കൊച്ചി രാജവംശം അവരുടെ ഉടലെടുത്തു. അവിടെ ഒരുപാട് ആൾക്കാർ വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേരള മഹാത്മ്യത്തിൽ പറയുന്നത്. പക്ഷെ കേരളോൽപ്പത്തി പറഞ്ഞ ബുക്കുണ്ട്. കേരളോൽപ്പത്തിയിൽ പറയണത് എങ്ങനെയാണെന്ന് അറിയോ? കേരളത്തിലെ അവസാനത്തെ പെരുമാളായിരുന്ന ചേരമാൻ പെരുമാൾ, അവിടെ ചേരമാൻ മസ്ജിദൊക്കെ കെട്ടിയെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അയാൾ 50 വർഷം രാജ്യം ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് സ്വത്തും സമ്പാദ്യമൊക്കെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ വീതം വെച്ച് കൊടുത്തിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് മക്കയിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ ഈ മക്കൾക്കും മരുമക്കൾക്കൊക്കെ കൊടുത്ത ഏരിയ അല്ലേ, അവിടെ ഉയർന്നു വന്ന രാജവംശമാണ് എന്നാണ് കൊച്ചി രാജവംശത്തിനെ കുറിച്ച് അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആൾക്ക് നിധി കിട്ടി, എന്നിട്ട് അതുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, എന്നിട്ട് മതിൽ പണിതു. ശരിയാ, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ. നമ്മുടെ തറവാട്ടിൽ ആ സ്ഥലത്ത് ആ വീട്ടിൽ പണ്ടെങ്ങോ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾക്ക് ഒരു നിധി കിട്ടി. അതും കൊണ്ട് കൊച്ചി രാജാവിനെ പോയി കണ്ടു. അപ്പോൾ രാജാവിനോട് ആൾ പറഞ്ഞു, അടിയന് ഇങ്ങനെ നിധി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ നിധി കൊണ്ട് അതുകൊണ്ട് നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, കടവലൂർ അമ്പലത്തിലെ തേവരുടെ നേദ്യം പട്ടി നായും കടിച്ച് വൃത്തികേടായിട്ടൊക്കെ എടുക്കണത്, അമ്പലത്തിലൊരു സേഫ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മതിൽ പണിയാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ശരി നീ പോയിട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വന്ന് മതിൽ പണിതു. അതിൻ്റെ കണക്ക് നോക്കി അന്നത്തെ കാലത്ത് ഒരുപാട് കോസ്റ്റ് വന്നിട്ടുണ്ട് ഈ മതിൽ പണിയാൻ എന്നാണ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഐതിഹ്യം, നമ്മൾ കേട്ടത് അങ്ങനെയാണ്.